വെച്ച് മമ്മൂക്ക 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 തിരിച്ച് മമ്മൂക്ക വണ്ടിൽ കുത്തി മമ്മൂക്ക റൈബാൻ വെച്ച് മമ്മൂക്ക 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 നെഞ്ചിനകത്ത് മമ്മൂക്ക വേറെ ലെവൽ പടമാണ്. മസ്റ്റ് വാച്ച് പടമാണിത്. സിയാരി രാംദാസും സിയാരി മ്യൂസിക്കും ഒരു സാമ്യമില്ലാത്ത രീതിയിൽ അത്ര ഡിഫറെന്റ് ആയിട്ട് അത്ര വെറൈറ്റി ആയിട്ട് അൺബിലീവബിൾ വ്യത്യസ്തമാണ്. എട്ടിച്ചു അമേസിംഗ് സൂപ്പർ 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 അൺബിലീവബിൾ. ഓപ്പോസിറ്റ് റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗംഭീര പെർഫോമൻസ്. തീർച്ചയായിട്ടും പുള്ളി ഓരോ കഥാപാത്രങ്ങളിലും ഒരു കഥാപാത്രത്തിൽ വേറൊരു കഥാപാത്രത്തിലേക്ക് അഴിഞ്ഞാടുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ എല്ലാ പടങ്ങളും തകർപ്പൻ രീതിയിലാണ് പോകുന്നത്. പ്രായമേ വിശ്വാസമല്ല, ഒരു പ്രായം പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. പുള്ളി ചെറുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് ഗംഭീരം. മസ്റ്റ് വാച്ച് ഫിലിമാണ്. ഇരുന്ന് കാണാൻ ലാഗാന്ന് ആദ്യം ഫസ്റ്റ് ഹാഫ് ലാഗായിട്ട് തോന്നുന്നു. പക്ഷെ അത് കാര്യമാക്കരുത്. എല്ലാ സിനിമ എങ്ങനെയൊക്കെയാണ് വരുന്നത് മസ്റ്റ് വാച്ച് ആണ്. ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണേണ്ട സിനിമയാണ്. സെറ്റാണ്, വൈബാണ്. അപ്രതീക്ഷിതമായ ഒരു എന്താണ് മമ്മൂട്ടി കമ്പനിയിൽ നമ്മൾ അവസാനത്തിലെത്തുമ്പോഴാണ് തിരക്കഥ അങ്ങനെ കൊണ്ടുപോയി വളരെ സ്ലോലി കൊണ്ടുപോയിട്ട് അതും നമ്മൾ പ്രതീക്ഷിക്കാതെ വെച്ചിട്ട് അവസാനിപ്പിക്കുന്നത് ഭയങ്കര ത്രില്ലർ, ഭയങ്കര ഒന്നും പറയാനൊന്നും കഴിയില്ല. പക്ഷെ വേറൊരു ജോണർ അവതരിപ്പിക്കാൻ ശ്രമിക്കും. സ്റ്റൈലി ആൾക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ സിനിമയെ അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കണം കാണുന്നത്. അല്ലാതെ മാർക്കോ കണ്ടിട്ട് കാണാൻ വന്നല്ലേ മമ്മൂട്ടി കമ്പനിയുടെ മറ്റ് സിനിമകൾ കണ്ടിട്ട് തന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇത് ആ സ്റ്റൈലേ അല്ല. മമ്മൂക്ക മമ്മൂട്ടി കമ്പനി, അപ്പോൾ അതിൻ്റെ ഒരു കോമ്പോ ഉണ്ടാവില്ല. അത് വേറെ വെറൈറ്റിയാണ്, അടിപൊളിയാണ്. തിയേറ്ററിൽ കാണാം. നാളെ എൻ്റെ മൂവി റിലീസാണ് ഡിസ്ട്രിക്ട്, അത് തിയേറ്ററിൽ കാണാം. അമ്മാവിന് വെല്ലുവിളി. അമ്മാവ് വേറെ ലെവലിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു കാര്യം. അമ്മാവ് നാളെ കാണാം. നമ്മളെ ടെൻഷനിലാണ്. ഈ പടം റിലീസായപ്പോൾ അതിന്റെ ടെൻഷനുള്ള പോലെ നമുക്ക് നാളെ ടെൻഷനാണ്. ഇവിടെ തന്നെ ഉണ്ടാവും. കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ്, നമുക്ക് ആക്ഷൻ നന്നായിട്ട് ക്ലൈമാക്സ് വളരെ നല്ല ക്ലൈമാക്സ്, എല്ലാം കൊണ്ട് നല്ല എന്റർടൈനറാണ്. എനിക്കൊരു 100 വാച്ചിങ് സാധ്യതയുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ നല്ല പ്രൊഡക്ഷനാണ്. ഗൗതമിന്റെ ഡയറക്ടറും ഒക്കെ ആണ്. എല്ലാം കൊണ്ട് നല്ല എന്റർടൈനർ. ഈ കാലഘട്ടത്തിൽ വിട്ടിട്ടുണ്ട്. ഗൂഗിളിന്റെ ആക്ടിംഗ് ഒക്കെ ഉണ്ട്. ഗൂഗിൾ തന്നെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയായിട്ട് നല്ല നടന്നാണ്. ഗൂഗിള് വേഴ്സറ്റൈൽ ആക്ടറാണ്. അതോടൊപ്പം തന്നെ മമ്മൂക്ക അപ്ഡേറ്ററാണ്. ഓഡിയൻസിനെ പൾസ് പിടിക്കാൻ നേരത്തെ അറിയാം. ഇങ്ങനത്തെ ഫിലിംസാണ് വേണ്ടത്. ഇങ്ങനത്തെ ഫിലിംസിന് ഓടുന്നു. ലാലേട്ടനിൽ പഠിക്കാനുണ്ട്. തുടർന്ന് പടം എങ്ങനെ വരുമോ അറിയില്ല. ഇങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത്. ഇതാണ് ഈ കാലത്ത് വിട്ടിട്ട്. എന്നാൽ ഫസ്റ്റ് ഹാഫിൽ കോമഡി, മമ്മൂക്ക് കോമഡി വിറ്റായിട്ട് പറയും. രാജ്യം ചെയ്താണ്, ഇതും ചെയ്തു. ആക്ഷൻ തന്നെ ചെയ്തു. സെന്റിമെന്റ്സ് എല്ലാം കൊണ്ട് നല്ലൊരു ഫിലിമാണ്. നല്ല എന്റർടൈനറാണ്. ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റലുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. എന്നാൽ വെറൈറ്റിയാണ്. ഇതുവരെ കാണാത്ത ജോണറാണ്. 100 കോടിക്കുള്ള 100 കോടി വാസിയുടെ പടമാണ്. മമ്മൂട്ടി ആദ്യം പടം 100 വാസിയാണ്.